വിശേഷമൊക്കെ ഉണ്ട് മോളെ. ഞാനേ ഒരു അമ്മൂമ്മയാകാൻ പോകുന്നു. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കും, ഞാനിപ്പോ വരാം. ചേട്ടൻ എന്ത് പറഞ്ഞു? മോനോ അതോ മോളോ? നിനക്ക് ആരെയാ ഇഷ്ടം? എനിക്ക് മോനെ മതി, ഞാൻ കൊണ്ടുപോയി വളർത്തിക്കോളാം. പൊടി കള്ളി. നമ്മളെ കാക്കു കഴിക്കും. എന്ത് പറ്റി രാധേ? മതി മതി, എന്നോടൊന്നും ചോദിക്കണ്ട, ഞാൻ ആരുമല്ലല്ലോ. രാധ ഇവിടെ വരും, ഇവിടെ ഇരുന്ന് സംസാരിക്കാം. കാപ്പി കുടിക്കും. വേണ്ട വേണ്ട, അനിയത്തി വന്നപ്പോഴേക്ക് എന്നെ മറന്നു. നിങ്ങൾക്ക് ഞാനൊരു തടസ്സമാവുന്നില്ല. ശല്യമാണെങ്കിൽ ഞാനിങ്ങ് പോയേക്കാം. രാധയോട് ആരും ദേഷ്യപ്പെട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? ചാടാൻ കാരണം വേണമല്ലോ. എനിക്കതില്ലെന്നറിയാൻ പാടില്ലേ? ഞാനൊരു ഞൊണ്ടിയാണെന്ന് വിളിച്ചു പോവാനാണോ 4 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇവളൊരു വായാടിയാണല്ലോ. ചേച്ചി എങ്ങനെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഗീതേ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം? ആഹാ, ഇപ്പൊ ഞാനായോ കുറ്റക്കാരി? നാത്തൂനല്ലേ എടുത്ത് തലയെ വെച്ചോ, എനിക്കതിന് നേരമില്ല. ചേച്ചി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയല്ലോ. ചേട്ടത്തി എനിക്ക് ഞാൻ കാരണം വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണല്ലോ. ഞാനങ്ങ് പോയേക്കാം. ഇവിടെ ഇതേവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നീ ഇതിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇതിനല്ല വന്നത്. അച്ഛന് ചേച്ചിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സൗകര്യം ഉണ്ടെങ്കിൽ വീട് വരെ ഒന്ന് വന്നാൽ കൊള്ളാം. അദ്ദേഹമില്ല, ഞാൻ വരില്ല. അച്ഛനോട് എനിക്ക് സുഖമാണെന്ന് പറഞ്ഞേക്കൂ. എന്റെ ചേച്ചിയെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി. ഹലോ, വിശ്വനാഥ് സ്പീക്കിംഗ്. ഓ, ഐ എം സോറി, ഇന്നത്തെ എന്റെ എല്ലാ പ്രോഗ്രാം ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുക. ഇല്ല, സുഖമൊന്നുമില്ല. പിന്നെ ഇന്ന് എന്റെ മൂത്ത മോള് വരുന്നുണ്ട്. അതെ അതെ, നോ നോ നോ, എന്ത് നഷ്ടം വന്നാലും തിരക്കില്ല, ഞാൻ ഇന്ന് വരില്ല. സോറി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്തു, ഞാൻ വന്നേക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓ, താങ്ക് യു താങ്ക് യു. ചേച്ചി വിളിക്കട്ടെ എന്ന് കരുതി അച്ഛൻ തിരിഞ്ഞു നിൽക്കുകയാണല്ലേ? ചേച്ചി വന്നില്ല അച്ഛ. ശ്രീദേവി വന്നില്ലേ? ഡോക്ടർ ഇല്ലാതെ ചേച്ചി വരില്ലെന്ന് പറഞ്ഞു. ഒരു ഭർത്താവിനെ കിട്ടിയപ്പോൾ വീടും കൂടും എല്ലാം ഉപേക്ഷിച്ചു, എല്ലാം മറന്നു. മോളെ, ശ്രീദേവിക്ക് അവിടെ സുഖമാണോ? അച്ഛനോട് സുഖമാണെന്ന് അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം? ഞാനവിടെ ചെല്ലുമ്പോ ചേച്ചി വേലക്കാരിയെ പോലെ തറ തുടച്ചോണ്ടിരിക്കുന്നു. ചേച്ചി ആകെ വെള്ളറി വെളുത്തിരിക്കുന്നു. എല്ലാ ജോലിയും ചേച്ചി തന്നെയാ ചെയ്യുന്നെന്ന് തോന്നുന്നു. അവളുടെ ചെരുപ്പ് തുടയ്ക്കാൻ പോലും ഞാനിവിടെ വേലക്കാരെ ഏർപ്പെടുത്തിയിരുന്നു. ഡോക്ടറുടെ അഞ്ചെത്തി ഒരു ഞൊണ്ടി പെണ്ണുണ്ട്. ഞാൻ ചേച്ചിയോട് സംസാരിച്ചോണ്ടിരുന്ന അവൾക്ക് തീരെ പിടിച്ചില്ല. അച്ഛാ, അവളെന്നെ എന്തെല്ലാം പറഞ്ഞെന്നോ? എന്നിട്ട് നിന്റെ ചേച്ചി ഒന്നും പറഞ്ഞില്ല? ഓ, പറഞ്ഞു. അവള് പറഞ്ഞത് പോരാഞ്ഞിട്ട് ചേച്ചിയുടെ വീടും ചേച്ചിയും പറഞ്ഞു. ഞാൻ അങ്ങോട്ടില്ല അച്ഛാ. എന്റെ മകളെ കൊണ്ട് നരകയാതന അനുഭവിപ്പിച്ചാൽ ഞാൻ ചെന്ന് അവന്റെ കാല് പിടിക്കുന്നതായിരിക്കും അവന്റെ ധാരണ. എന്റെ പട്ടി പോലും പോകില്ല. അവളുടെ കല്യാണക്കാര്യത്തിൽ മാത്രമേ ഞാൻ പരാജയപ്പെട്ടിട്ടുള്ളൂ. മുല്ലശ്ശേരിൽ വിശ്വനാഥന് തന്റെ മകളെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോ രാവേട്ട ഇത്? പെയിനോ?
അതായത് PAIN പെയിൻ, പേഷ്യൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. എങ്ങനെ? പേഷ്യൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ. റോസുട്ടി ഇത് കഞ്ഞി? അയ്യോ, ഇത് കഞ്ഞിയല്ല, മൂത്രമാണ് രോഗികളുടെ. റോസുട്ടി ഞാൻ ആലോചിക്കായിരുന്നു. എങ്ങനെ? ഞാൻ ആലോചിക്കായിരുന്നു സർക്കാരിന് ഒരു ഭീമ ഹർജി കൊടുത്താൽ എന്താണെന്ന്. അയ്യോ രാഘവേട്ട, അവിവേകമൊന്നും കാണിക്കരുത്. ഈ ആശുപത്രി ചേട്ടന്റെ വീട്ടിലോട്ട് മാറ്റാനാണ് ഭീമഹർജി? അതൊന്നുമല്ല. എന്നെ പോലെ ഈ ആശുപത്രിയിൽ സ്ഥിരമായി കിടക്കുന്ന കുറെ രോഗികളുണ്ടല്ലോ, അവരുടെ എല്ലാം കൂടെ ഒരു യൂണിയൻ ഉണ്ടാക്കി എല്ലാവരെയും കൊണ്ട് ഒപ്പിടിച്ച് ഒരു ഹർജി കൊടുക്കാം. എങ്ങനെ? ഹർജി. അതായത് ബോണസോ പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ പ്രോഡക്റ്റ് ഫണ്ടോ ഒരു നല്ല തുക. എങ്ങനെ? ഒരു നല്ല തുക പിരിഞ്ഞു പോകുമ്പോ വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. അതിനുള്ള ഒരു പരിപാടി ചെയ്യാം. കൊള്ളാം, നല്ല പരിപാടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് കയറി നിൽക്കാം. നിന്നാ ഞാൻ ജയിക്കും. ഗ്രാറ്റുവിറ്റി ബോണസ് ഒക്കെ നിൽക്കട്ടെ. നമ്മുടെ സർക്കാർ ഇതാ വരും. ഗുരുവായൂരപ്പ, ഗുരുവായൂരാണോ വരുന്നത്? അമ്മാവൻ എന്തോ പറഞ്ഞ എന്റെ ഡോക്ടർ സാറിനെ സൂചിപ്പിക്കുന്നത്? എന്റെ സുഖേ, അതിനമ്മാവൻ തപസ്സിരുന്ന ഈ ജന്മം എന്നെ സൂചിപ്പിക്കാൻ പറ്റില്ല. എന്റെ സുഭാഷിണിയുടെ സുഭാഷിതം കേട്ടാലേ ഈ ജീവിതത്തെ എനിക്ക് സുഖം വരും. കേട്ടോ രാഘവേട്ട, ഇവളും നമ്മളെ പോലെ. അല്ലെങ്കിൽ അവൾ ഇവിടുത്തെ ലേഡി ആവേണ്ടതല്ലേ? എന്ത് ചെയ്യാനാ, പൊക്കം കുറഞ്ഞു പോയി. അങ്ങനെയാണ് നഴ്സുമാരുടെ സൂപ്രണ്ടെങ്കിലും ആവണ്ടേ? അപ്പൊ സൂപ്രണ്ട് അതിന് പൊക്കം വേണ്ടേ? അല്ല, നീളം മതി. എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഒരു യോഗം വേണ്ടേ? ഇവക്കേ അഷ്ടമത്തി മറ്റവനാ. മറ്റവനോ? എങ്ങനാ? അഷ്ടമത്തി ശനി. അതല്ലേ ഈ ചൂലായുധം എന്തേണ്ടി വന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ ഇതുകൊണ്ടൊരു ശുദ്ധി മൂത്രം. ഇതെങ്ങനാ അഷ്ടമത്തിലെ മറ്റവനെ ശുദ്ധി കളിച്ചോ കലക്കിക്കളെ കേട്ടോ. നീയും കൂടെ വന്നാലേ ഞാൻ ഈ പരിപാടിക്ക് പോകത്തുള്ളൂ. നിന്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ശീലമൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ചേച്ചി നിർബന്ധിച്ചാ ഞാൻ വരാം. നമസ്കാരം. നമസ്തേ. ഞങ്ങൾ ഡോക്ടറെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇരിക്കൂ. എന്താ വിശേഷം? ആർക്കാണ് അസുഖം? ഈ ചേട്ടന് എപ്പോഴും രോഗികളുടെയും രോഗത്തിന്റെ മാത്രമേ വിചാരമുള്ളൂ. ഇവരുടെ മഹിളാ സമാജത്തിന്റെ കലാപരിപാടികളുടെ ടിക്കറ്റുമായി വന്നിരിക്കുക. ഇവരെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവരെന്തോ പരിപാടിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓ, ഐ എം സോറി. എനിക്ക് ഈ തീയതിയിൽ അന്ന് വരാൻ പറ്റില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് കോൺഫറൻസ് അന്നാണ്. ഏതായാലും 2 ടിക്കറ്റ് ഞാൻ എടുത്തോളാം. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് പരിപാടി കാണാൻ ഇവരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളണം. അതിനെന്താ ഡോക്ടർ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വരുന്ന വഴി ഇവരെയും കൂട്ടിക്കൊണ്ട് പൊക്കോളാം. 2 ടിക്കറ്റിന് 50 രൂപ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. സാരമില്ലെന്നേ, ഒന്ന് സമാധാനമായിട്ട് കിടക്ക്. ഞാൻ ഡോക്ടർ അദ്ദേഹത്തെ വിളിക്കാൻ ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എങ്ങനാ? എന്താ, നിങ്ങളുടെ മരുന്ന് കഴിക്കില്ലേ? ഡോക്ടർ, എനിക്ക് മരുന്ന് തന്നില്ല. എന്താ, സിസ്റ്റർ വന്നില്ലേ? അവരവിടെ കിടന്നുറങ്ങുക. ഉറങ്ങാനുള്ള സമയം സ്ഥലമുണ്ടല്ലോ. സിസ്റ്റർ, സിസ്റ്റർ. സിസ്റ്റർ, സിസ്റ്റർ ഡ്യൂട്ടിയിലാണ്. അതെ. നിങ്ങൾ ഉറങ്ങുകയായിരുന്നു അല്ലേ? ഡോക്ടർ, നോ എക്സ്പ്ലനേഷൻ. മേലാൽ ഇത് ആവർത്തിക്കരുത്. ബി കെയർഫുൾ. 10ാം നമ്പർ ബെഡിലെ പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുത്തേക്കും. പരിപാടിക്ക് നമ്മൾ മെനക്കെട്ടൊന്നും പോണ്ട. രാധയുടെ ഭരതനാട്യം കണ്ടാ മതിയല്ലോ. വേഷം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാലിന്റെ ഭംഗി ഒന്ന് കാണായിരുന്നു. മതി മതി, നിർത്തു. എന്നെ കളിയാക്കൊന്നും വേണ്ട. രാധേ, രാധേ. മോളൊന്ന് എഴുന്നേറ്റ്. അവരവിടെ കാത്തു നിൽക്കാൻ. അത്
വെറുതെ ഇങ്ങനെ പറഞ്ഞില്ലേ? വെറുതെ പറയുന്നത് ഇങ്ങനെയാണോ? വീട്ടിൽ വരുന്നവരെന്നെ കളിയാക്കുമ്പോ പുറത്തുള്ളവരുടെ കാര്യം പറയണോ? ഞാൻ വരുന്നില്ല. എന്റെ പൊന്നു രാധയല്ലേ, നീ പിണങ്ങാതെ വാ, നമുക്ക് പോവാം. ഇല്ലില്ല, ഞാൻ പറഞ്ഞതാ. എന്നാ ഞാനും പോകുന്നില്ല. അമ്മേ, അവരോട് പറഞ്ഞേക്കും ഞാൻ വരുന്നില്ലെന്ന്. രാധേ, സീതയെ പറഞ്ഞത് കേട്ടില്ലേ? എഴുന്നേൽക്കൂ. രാധേ, അവൻ അവിടെ കിടന്നോട്ടെ. അവരെന്ത് വിചാരിക്കും മോളെ? മോശമല്ലേ ഇത്? രാധയ്ക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞാൽ മതി. നീ വാ.